ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പവിത്രം സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. അങ്ങനെ വിക്രമും വേദയും രണ്ടിടത്തേക്കായിട്ട് പോവാണ്. വേദയും വിക്രമും പരസ്പരം കാണുന്നില്ല. വിക്രമിനെ ജയിലിലോട്ട് കൊണ്ടുപോവാണ്. വിക്രമിന് ശിക്ഷ അർഹമാണ്. വേദ ഈ സമയത്ത് ഗർഭിണിയാണ്. വിക്രം വരുമ്പോഴേക്കും തൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായിരിക്കണം. തൻ്റെ ആങ്ങള തന്നെയും തൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ വരുന്നുണ്ടെന്നറിഞ്ഞ് അവളാകെ ഭയത്തോടെ ആ നാട് വിട്ട് പോവാൻ തന്നെ തീരുമാനിക്കാണ്. എവിടെ പോകണമെന്നും എവിടെ നിൽക്കണമെന്നും വേദയ്ക്ക് യാതൊരു നിശ്ചയമില്ല. ആരുടെ സഹായം തേടണമെന്നോ. അങ്ങനെ വേദ പോകുന്നത് ആദ്യം തൻ്റെ കൂട്ടുകാരി ഇഷിതയുടെ അടുത്തേക്കായിരിക്കും. എന്നാൽ ഇഷിതയും അവളെ കഴിയുകയാണ്. കൂടുതൽ ദിവസം ഞാൻ നിന്നെ എങ്ങനെ സുരക്ഷിതമായിരിക്കും? ഇവിടെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളില്ല വേദേ. എന്തായാലും 2 ദിവസം നീ ഇവിടെ തങ്ങ്, എന്നിട്ട് നമുക്ക് സമാധാനത്തോടെ ആലോചിക്കാം. എന്നാൽ ഈ സമയത്ത് ശ്രീകാന്ത് മറ്റ് കൂട്ടാളികളെയും കൂട്ടിയിട്ട് വേദയ്ക്കായിട്ട് തിരച്ചിൽ നടത്തുക. അച്ഛനോട് മുമ്പിൽ തന്നെ വെല്ലുവിളിച്ചേരുന്നു. വേദയെ കയ്യിൽ കിട്ടിയാൽ കൊന്നു കളയുമെന്ന്. അച്ഛനും അറിയില്ല അവൾ എവിടെയാണെന്ന്. മോളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശങ്കരനാരായണൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല കേട്ടോ. സമയം ജയിലിനുള്ളിൽ വിക്രം വേദയെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ്. അവൾ എവിടെയായിരിക്കും? ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി കോടതിയിൽ നിന്ന് ജയിലിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് പോലും ഞാൻ അവളെ കണ്ടില്ലല്ലോ. അവൾക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? അവൾ സുരക്ഷിതമായിട്ടുണ്ടാവണേ എന്നവൾ മനമുരുകി അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അന്നേരത്താണ് വിക്രമിനെ കാണാനായിട്ട് ജയിലിലേക്ക് ഒരു വിസിറ്റർ ഉണ്ടെന്ന് പോലീസുകാർ വന്ന് പറയാണ്. അവൻ ആരാണ്? വേദയാവുമെന്ന പ്രതീക്ഷയിൽ വരുന്ന സമയത്ത് അവിടെ ശങ്കരനാരായണനെ കാണാണ്. സാർ, വേദ. അത് അറിയാനാ ഞാൻ വന്നത്. വേദ എവിടെയാണെന്ന് ഒരറിയുമില്ല. അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് നീ ടെൻഷനാവേണ്ട. അവൾക്കൊരാപത്തും സംഭവിക്കില്ലെന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്? വിക്രം ആ കാര്യങ്ങളെല്ലാം ശങ്കരനാരായണനെ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അവളെ അന്വേഷിക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും ഞാൻ അവളെ കണ്ടെത്തും. അങ്ങനെ വേദയ്ക്ക് വേണ്ടി ശങ്കരനാരായണൻ തിരയുന്നുണ്ട്. അപ്പോഴാണ് ഇഷിതയുടെ കാര്യം ഓർമ്മ വരുന്നത്. ഫോൺ എടുത്ത് ഇഷിതയെ വിളിക്കുന്നുണ്ട്. മോളെ, വേദ എങ്ങാനും നിന്റെ അടുത്തേക്ക് വന്നോ? ഇത് അങ്കിളാണോ? അങ്കിൾ, ഞാൻ ആ രഹസ്യം പറയാം. വേദ എൻ്റെ അടുത്തുണ്ട്. 2 ദിവസം മാത്രമേ എനിക്കവളെ ഇവിടെ നിർത്താൻ പറ്റുള്ളൂ. മറ്റെവിടേക്കെങ്കിലും അവളെ എവിടേക്കെങ്കിലും സുരക്ഷിതമായൊരിടത്തേക്ക് പോകണം. എന്നാൽ ശങ്കരനാരായണൻ ഈ ഫോൺ സംഭാഷണം പുറകിൽ നിന്ന് ശ്രീകാന്തിന് മനസ്സിലാകുന്നുണ്ട്. ശ്രീകാന്ത് വേദ എവിടെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതിനു മുമ്പേ തന്നെ ശങ്കരനാരായണൻ ശിഷ്ടയോട് പറയുന്നുണ്ട്, എന്തായാലും രാവിലെ ഞാൻ അവിടേക്ക് വരാം. അവളെ എവിടേക്ക് കൊണ്ടുപോകണമെന്നും എന്ത് ചെയ്യണമെന്നും ഞാൻ തന്നെ പറഞ്ഞോളാം. അതുവരെ ആരും ഈ രഹസ്യം അറിയരുതെന്ന്. എന്നാൽ ശ്രീകാന്ത് മുമ്പ് തന്നെ ഇത് മനസ്സിലാക്കി വേദയെ തിരക്കി പോകുന്നുണ്ട്. അപ്പോഴാണ് ഇഷിത പുറത്ത് ശ്രീകാന്തിനെ കണ്ടതും പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി. വേദ, നിന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. അയ്യോ, അവൻ ഇവിടെയുള്ളത് ഞാൻ ഇവിടെയുള്ളത് അവൻ അറിഞ്ഞു കഴിഞ്ഞോ? വേദ, നീ പാക്ക് ചെയ്യും. നീ എന്തായാലും ടെൻഷൻ ആവേണ്ട. അങ്ങനെ പുറകുവശത്തിലൂടെ ബാഗും എടുത്ത് വേദ പുറത്തേക്ക് പോവാണ്. അകത്ത് കയറി ശ്രീകാന്തും ഗുണ്ടകളും അരിച്ചു പെറുക്കുന്നുണ്ടെങ്കിലും അവിടെ വേദയെ കണ്ടെത്തുന്നില്ല കേട്ടോ. അങ്ങനെ വേദ ഒരു കാട്ടിലൂടെ ദൂരേക്ക് പോകുന്നുണ്ട്. വേദ പോകുന്നത് മറ്റാരുടെയും കയ്യിലേക്കായിരിക്കില്ല. വാസവൻ്റെ കയ്യിൽ ചെന്ന് പെടുന്നുണ്ട്. വാസവൻ അവളെ കണ്ടതും സൂക്ഷ്മമായി നോക്കാണ്. വേദ അയാളുടെ മുമ്പിൽ വരുന്നുണ്ട്. നിങ്ങളുടെ മകനെ കൊന്നതൊരിക്കലും വിക്രമല്ല. അതെനിക്കറിയാം. അതെനിക്ക് മനസ്സിലായി. ഒരേ ഒരു തെളിവായിരുന്നു അനിയൻകുട്ടനെയും അവർ കൊന്നു എന്ന് പറയാണ്. എനിക്കെല്ലാം അറിയാം. ഇതിൻ്റെ പിന്നിൽ എൻ്റെ ചേട്ടനാണ്. അനിയൻകുട്ടനെ എല്ലാം ഞങ്ങളോട് പറഞ്ഞു. എൻ്റെ ചേട്ടനും അമ്മായിയച്ഛനും കൂടെ ചേർന്ന് പുലിക്കനെ കുത്തിക്കൊന്നതും ഇത് പറയാതിരിക്കാൻ, സത്യം പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി അനിയൻകുട്ടനെയും അവർ കൊന്നു. അബദ്ധവശാലാണ്. വിക്രമല്ല. ഒരിക്കലും ശ്രീകാന്തിൻ്റെ അമ്മായിയച്ഛനെ കൊന്നത്, ചന്ദ്രശേഖരനെ കൊന്നത് അവരല്ല. അബദ്ധത്തിലാണ്. കയ്യിൽ 2 പേരുടെയും തോക്കിന് വേണ്ടി പിടിവലി കൂടുന്ന സമയത്താണ് ശങ്കരനാരായണൻ വെടിയേറ്റത് എന്ന് വാസവനെ ധരിപ്പിക്കുന്നുണ്ട്. എന്തായാലും അയാൾ തീർന്നത് നന്നായി. എൻ്റെ മകനെ കൊന്നവനല്ലേ 2 പേരും കൂടെ ചേർന്ന്. അപ്പോൾ അവന് ആ ശിക്ഷ വേണം. ശ്രീകാന്തിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അല്ല, വേദ എവിടുന്ന വരുന്നത്? എൻ്റെ ചേട്ടൻ എന്നെ കൊന്നുകളയും. എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും എനിക്ക് രക്ഷിക്കണം സാർ. വേദ ഇനി എവിടെയും പോവേണ്ട. അവനൊരിക്കലും എൻ്റെ മാടത്തിൽ വരില്ല. വാ എന്ന് പറഞ്ഞ് ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോവാണ്. എന്നിട്ട് വേദയെ സുരക്ഷിതമായിട്ട് പാർപ്പിക്കുന്നത് വാസവനാണ് കേട്ടോ. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം വേദയെ കാണാതെ 5 വർഷവും ജയിലിനുള്ളിൽ ഓരോ പ്രതീക്ഷയോടെ വിക്രം കാത്തിരിക്കായിരിക്കും. ഈ സമയത്ത് വേദ പ്രസവിക്കുകയും ആ കുഞ്ഞുമായിട്ടാണ് പിന്നെ വിക്രമിനെ കാണാൻ വരുന്നത്. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം എല്ലാവരും ഒത്തുകൂടുന്നുണ്ടാവും. ഒരു കുഞ്ഞുമായിട്ട് വരുന്ന വേദയെ കണ്ടതും എല്ലാവരും അമ്പരപ്പോടെ അവളെ നോക്കുകയാണ് കേട്ടോ. ആ സമയം ആ കുഞ്ഞിനെ സംരക്ഷിച്ചത് ശങ്കരനാരായണനും വാസവനും അവളും കൂടെ തന്നെയായിരിക്കും. എന്നാൽ ശ്രീകാന്തിനൊന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. സമയം ധൈര്യത്തോടെ വേദ വന്ന് ശ്രീകാന്തിനെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പറയുന്നുണ്ട്,
ഇതാ നിങ്ങൾ പറഞ്ഞ അവകാശി എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വിജയിച്ചെന്ന് കരുതേണ്ട. കോടതി മുമ്പിൽ 5 വർഷം ഞങ്ങളത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്, ആ 5 വർഷം നിങ്ങളെ കൊണ്ട് ഞാൻ തിരികെ തരയിപ്പിക്കും. അത് നിങ്ങളാ ചന്ദ്രശേഖരനെ കൊന്നതും എല്ലാത്തിനും കണക്ക് പറയിക്കാൻ തന്നെയാണ് വേദ വീണ്ടും വന്നത്. ഇനി ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാസവൻ്റെ തണലിലാണ് ആ 5 വർഷക്കാലവും വേദ സംരക്ഷതയോടെ കഴിഞ്ഞു കൂടിയത്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന 2 ഇപ്പോൾ എപ്പിസോഡുകൾ തന്നെയാട്ടോ വേദയും വിക്രമിനെയും കൊല്ല ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ ശത്രുക്കൾ അവർക്ക് മുമ്പിൽ വരികയും ചെയ്യുന്ന ആ അടിപൊളി സീസൺ 2-നായിട്ട് നമുക്ക് കാത്തിരിക്കാം.